ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കലാത്തിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കലാത്തിയ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ കാണുമോ അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് തൈകൾ ആക്കി വെച്ചാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ തൈകൾ ചെറിയ ചെറിയ തൈകളൊക്കെ ആക്കി വെച്ചതാണ്. ഈ ഭാഗത്ത് നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമുക്ക് ഇന്നൊരു നല്ലൊരു അടിപൊളി വീഡിയോസാണ് കേട്ടോ. അപ്പം നിങ്ങളത് മിസ് ചെയ്യാതെ കാണുക. ആദ്യത്തെ കലാത്തി എന്താ, നിങ്ങൾ ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ. യെല്ലോ കളറുള്ളത് ഗ്രീനും യെല്ലോ കളറ് മിക്സായിട്ട് വരുന്ന കലാത്തിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഷൂട്ടാണ് വരുന്നത്. ചിലതിൽ ഡബിൾ ഷൂട്ട് വന്നേക്കാം, ഉറപ്പില്ല കേട്ടോ, എല്ലാത്തിലും അങ്ങനെ പറയുന്നില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹെൽത്തി ഷൂട്ടാണ് ഇത്. ഈ ഒരു കലാത്തിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിയേച്ചർ ടൈപ്പാണ്, സെമി മിനിയേച്ചറാണ്. അപ്പോൾ നമുക്ക് മിനിയേച്ചർ, സെമി മിനിയേച്ചർ, പിന്നെ അതിൽ കൂടുതൽ പൊക്കം വെക്കുന്ന ടൈപ്പ് കലാത്തിയ ഉണ്ട്. അപ്പോൾ ഇത് സെമി മിനിയേച്ചറാണ് കേട്ടോ. അടുത്ത കലാത്തിയതാ ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ. ഇത് മാർക്കറ്റിൽ നല്ല റേറ്റുള്ള ഒരു ഡിമാൻഡുള്ള കലാത്തിയ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് 75 രൂപയാണ് കേട്ടോ വരുന്നത്. പ്ലാന്റ് സൈസ് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഷൂട്ട് ഡബിൾ ഷൂട്ട് വരും. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പൊക്കമുള്ള ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാരോ ലീഫ് പോലെയാണ്. അതിങ്ങനെ പൊക്കം വെക്കും കേട്ടോ, അങ്ങനെ പടർന്ന് നിൽക്കാണ്ട് നല്ലോണം പൊങ്ങിക്കിടക്കുക ചെയ്യുക. ഇതിപ്പം ചെറിയൊരു പോട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങളൊന്ന് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക കേട്ടോ. അപ്പം അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അടുത്ത കലാത്തിയും വെറൈറ്റി കലാത്തി തന്നെയാണ് കേട്ടോ. ഇതൊരു പീക്കോക്ക് ലീഫ് വരുന്നൊരു ടൈപ്പ് കലാത്തിയാണ്. അതിൻ്റെ പേരും പീക്കോക്ക് കലാത്തിയ എന്നും പറയുന്നുണ്ട് കേട്ടോ. പല പേരുകളുണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. ഇത് സെമി മിനിയേച്ചർ ടൈപ്പ് ഒരു കലാത്തിയാണ് കേട്ടോ. അധികം പൊക്കം വെക്കാത്ത ടൈപ്പാണ്. അടുത്തത് മറ്റൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും വരുന്നത് 75 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പം ഇതും സെമി മിനിയേച്ചർ ടൈപ്പ് കലാത്തിയാണ്. നാരോ ലീഫാണ് കേട്ടോ വരുന്നത്. നല്ല ഡാർക്ക് ലീഫിൽ ഇങ്ങനെ ഒരു വൈറ്റ് പിങ്കിഷ് ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ് കലാത്തിയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. അപ്പം വേണ്ടവർ പറയുക. അടുത്തത് മറ്റൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. ഇതൊരു ലീഫിൽ ഇങ്ങനെ ഒരു ചെറിയൊരു യെല്ലോ അല്ല, ഒരു വൈറ്റ് അല്ല, ഒരു മിക്സഡ് ഒരു പ്രത്യേക ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാ ഇങ്ങനെ പല ടൈപ്പിൽ ലീഫ് വരുന്നുണ്ട് കേട്ടോ. ഒന്നിതാ ഇങ്ങനെ നല്ല ഡാർക്ക് കളറ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കലാത്തിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഈ ഒരു കലാത്തിയ നമുക്ക് ബുഷിയായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയൊരു പോട്ടിൽ ഇങ്ങനെ ബുഷിയായിട്ട് തിങ്ങി നിറഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി. കലാത്തിയ സിംഗിൾ ഷൂട്ട് വെക്കുന്നതിനെക്കാട്ടും ബുഷിയായിട്ട് വെക്കുന്നതാണ് കേട്ടോ ഈ കലാത്തിയൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. അടുത്ത വെറൈറ്റി കലാത്തിയ നോർമൽ കലാത്തിയ ആണെങ്കിലും ഇത് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഇതിങ്ങനെ പെട്ടെന്ന് തൈകളായി കിട്ടും കേട്ടോ. ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
പെട്ടെന്ന് തൈകളായി കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ഷൂട്ടൊക്കെ കാണും. അപ്പോൾ ഈ കൊക്കോ പീറ്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കലാത്തിക്ക് ഒരു വളം മാതിരി കൊടുക്കാറ്. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ കലാത്തിക്ക് കൊടുക്കാറില്ല. ഈ കൊക്കോ പീറ്റും മണ്ണും മാത്രം, പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അടുത്തതും നോർമൽ കലാത്തി ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു കലാത്തി തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ഡാർക്ക് ലീഫിൽ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്നൊരു കലാത്തിയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അധികം ഞാൻ ഈ പറഞ്ഞ എല്ലാ കലാത്തിയും തന്നെ അധികം വെയിലത്ത് നിങ്ങൾ വെക്കാൻ പാടില്ല കേട്ടോ. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഡാമേജ് ആവും, അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്ന കലാത്തിയെ നിങ്ങൾ അപ്പം തന്നെ പോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പോട്ട് ചെയ്തിട്ട് വെയിലത്ത് വെക്കാതെ തണലത്ത് വെക്കാനാണ് നോക്കേണ്ടത്. വെയിലത്ത് വെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. നിങ്ങൾ ചിലവർ കലാത്തി എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് അവരെന്താക്കും നിലത്ത് നടുന്നുണ്ട്. അത് നല്ല വെയിലത്ത് അങ്ങനെ വെക്കുകയേ ചെയ്യരുത് കേട്ടോ. അടുത്തത് കുറച്ചൊരു റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ വരുന്നത്. സിംഗിൾ ഷൂട്ടിന് 100 രൂപയാണ് വരുന്നത്. അത്യാവശ്യം വലിയ പൊക്കമുള്ള പ്ലാന്റാണ്. എന്നുവെച്ചാൽ ഇതും മിനിയേച്ചർ ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. അല്ല, നമ്മൾ തരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ ഒരു കലാത്തിയ വെറൈറ്റി നമ്മുടെ മയിൽപ്പീലീൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതും. അടുത്തതായിട്ട് കാണിക്കുന്ന കലാത്തി 100 രൂപയുടെ കലാത്തിയാണ് കേട്ടോ. ഇതും സെയിം നമ്മൾ നേരത്തെ കണ്ടില്ലേ, എന്താ പറയുക, മയിൽപ്പീലീൻ്റെ ഒക്കെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ടേ, ഇതും ഏകദേശം അതുപോലെയൊക്കെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മുടെ ഓരോ കലാത്തിയിലും വരുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. ഇതും മാർക്കറ്റിൽ റേറ്റുള്ള ടൈപ്പ് കലാത്തി തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു കലാത്തിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് അയച്ചാലും മതി. അടുത്തത് കലാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. ഇത് മാർക്കറ്റിൽ നല്ല റേറ്റ് വരുന്ന കലാത്തിയാണ്. ഇത് അത്യാവശ്യം നല്ല പൊക്കമുള്ള ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ, 180 ആണ് കേട്ടോ. ഈ ഒരു കലാത്തിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടലുകളുടെ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ, മുന്നിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ വെക്കാൻ പറ്റിയൊരു ടൈപ്പ് ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ. മാർക്കറ്റിൽ നല്ല റേറ്റുള്ള കലാത്തിയാണ്. അടുത്ത കലാത്തിയ മറ്റൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. നമ്മൾ ഈ വെറൈറ്റി ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു എല്ലാവർക്കും ഞാൻ നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ തരുന്നത്. മാക്സിമം നല്ല പ്ലാന്റ് തന്നെയാണ് തരുന്നത്. ഇത്ര റേറ്റ് കുറവായാലും ചിലവർ റേറ്റ് കുറവ് കുട്ടി പ്ലാന്റൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ നല്ല റേറ്റ് നല്ല വലുപ്പമുള്ള സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നതും. അടുത്ത കലാത്തിയ നാരോ ലീഫ് ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീൻ ലീഫാണ് വരുന്നത്, നാരോ ലീഫായിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മെറൂണിഷ്, ഒരു കോഫി കളറാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതിൻ്റെ മാതിരി തന്നെ ഒരു പച്ച കളറുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും വേറെ വേറെയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടും ഒരേപോലെയല്ല, രണ്ടും വേറെ വേറെ കലാത്തിയാണെന്ന് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പം ഈ ഒരു കലാത്തിയേൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ ഒരു കലാത്തിയ സെമി മിനിയേച്ചർ ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. ഇത് എന്താ പറയുക, മിനിയേച്ചറും അല്ല, കുറച്ച് പൊക്കം വെക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു ഒരു കലാത്തി, അത് നല്ല പൊക്ക ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഇത് ഒരു മീഡിയം ഹൈറ്റിലായിരിക്കും, പക്ഷേ അത്യാവശ്യം പൊക്കം ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ അടുത്തത് നമ്മുടെ നോർമൽ കലാത്തി തന്നെയാണ് കേട്ടോ. ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ലീഫിൽ ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഒരു നിങ്ങൾ കണ്ടില്ലേ, ഒരു
ഒരു കുറി മാതിരിയാണുള്ളത്. അപ്പം അതാണ്. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 75 രൂപ തന്നെയാണ് കേട്ടോ. അത് നല്ല ബുഷി ആയിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് കലാത്തിയാണ്, ഒരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മളിത് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതൊരു പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സൈസ് ഇങ്ങനെയായിരിക്കും. പിന്നെ അടുത്തത് ഒരു വൈറ്റ് കളറുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഇതൊരു വൈറ്റ് ലീഫിലിങ്ങനെ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് 75 രൂപ തന്നെയാണ് കേട്ടോ. പ്ലാനിൻ്റെ സൈസ് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് ഇപ്പം കുറച്ച് മുന്നേ ഞാനിപ്പം കാണിച്ചതേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ കൊടുക്കുന്ന പ്ലാനിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്തത് മറ്റൊരു നാരോ ലീഫ് കലാത്തിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സെമി മിനിയേച്ചർ കലാത്തിയ, ഒരു കോഫി കളറ് ബാക്കിൽ കോഫി കളർ ലീഫും ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രീൻ ലീഫും വരുന്നൊരു കലാത്തിയാണ് നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അതിനെക്കാട്ടും ചെറിയ ടൈപ്പാണ് കേട്ടോ ഇത്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ലൈറ്റ് ഗ്രീൻ ലീഫായിരിക്കും, ഫുൾ ഗ്രീൻ ആയിരിക്കും. അതിൻ്റെ അടിവശം ഒക്കെ ഗ്രീൻ ആയിരിക്കും. നേരത്തെ കാണിച്ചത് അടിവശം ഒരു കോഫി കളറായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം ഇത് മൊത്തം ഗ്രീനായിട്ട് നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തൈകളായി കിട്ടും കേട്ടോ. 2-3 ആഴ്ച ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊക്കോ പീറ്റും മണ്ണും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഷൂട്ടുകൾ വന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ ഇത്. ഇത് അധികം നമ്മൾ വെയിലത്ത് വെക്കരുത് കേട്ടോ. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മൊത്തം ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് വെയിലത്ത് വെക്കരുത്, തണലത്ത് വെക്കണം. തണലത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ലീഫിന് കളറും അതേപോലെ തന്നെ അതിനൊരു എന്താ പറയുക ഉന്മേഷമൊക്കെ ഉണ്ടാകുന്നത്. അത് വെയിലത്ത് വെക്കാണ്ട് നമ്മൾ ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് കേട്ടോ. ഡാമേജ് ആയി പോവില്ല. പലരും വെയിലത്താണ് കലാത്തിയ വെക്കൽ. അപ്പം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. വെയിലത്ത് ഒരിക്കലും കലാത്തിയാസ് വെക്കുകയേ ചെയ്ത് മൊത്തത്തിൽ ഡാമേജ് ആയി പോകും കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇനിയും ഒരുപാട് കലാത്തിയ വെറൈറ്റീസ് ഉൾപ്പെടുത്താനുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം വളരെ കുറച്ച് കലാത്തിയുടെ വീഡിയോ മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി ഉണ്ട്. ചിലതിനൊക്കെ റേറ്റ് കൂടിയ ടൈപ്പും ഉണ്ട്, റേറ്റ് കുറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇനിയും കലാത്തിയാസിൻ്റെ വെറൈറ്റീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും വെറൈറ്റി കലാത്തിയയുടെ വീഡിയോ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഷോർട്ട് വീഡിയോ ആണ്. ഒന്നാമത് സമയം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ. നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും വീഡിയോ ഇടാനുള്ളൊരു ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഷോർട്ട് വീഡിയോസാണ് ഇടാറ് കേട്ടോ. അപ്പം ഇനി തൊട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും നല്ല ലോങ് വീഡിയോ ഇടാൻ തന്നെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗീവ് അവേ ഒരുപാട് പേര് ചോദിക്കുക, എന്താ ചേച്ചി ഗീവ് അവേയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, റിപ്ലൈ ഒന്നുമില്ലല്ലോ, എന്തുകൊണ്ടാണ് ഈ ഗീവ് അവേ നടത്താത്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗീവ് അവേയിൽ വാട്ടർ ലില്ലി കൊടുക്കാമെന്ന് പറഞ്ഞത്, മറ്റൊരു ഗീവ് അവേ വീഡിയോയിൽ ആമ്പൽ പനാമ ആമ്പലാണ് വാട്ടർ ലില്ലിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 ഇതും ഗീവ് അവേയും അടുത്ത് തന്നെ വരും കേട്ടോ. അപ്പം നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്തായാലും ഈ അടുത്ത് തന്നെ ഞാൻ ആ 2 ഗീവ് അവേയും അനൗൺസ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഒരു ഗീവ് അവേ നമ്മൾ അടുത്തത് അനൗൺസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുവരെ നിങ്ങൾ കുറച്ച്
കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല നല്ല കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലും അതും പറയുക കേട്ടോ. അത് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബായ്.